Good morning, മക്കളെ. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7. A car runs 16 kilometers using 1 liter of petrol. How much distance will it cover using 2 and 3/4 liter of petrol? സിമ്പിൾ ആയിട്ടുള്ള ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞു. എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെ മനസ്സിലായി? 1 ലിറ്റർ പെട്രോളിൽ 16 കിലോമീറ്റർ പോകും. അങ്ങനെയാണ് 2 and 3/4 2, അതായത് 2.25 ലിറ്റർ. 2 and 3/4 ലിറ്റർ. 1 ലിറ്ററിൽ, അതായത് ഒന്നിന്റെ വിലയിൽ 16 തന്ന ഒത്തിരി എണ്ണം നമ്മൾ മുമ്പേ പറഞ്ഞു. സിംഗിൾ വാല്യൂ തന്നിട്ട് സ്മോൾ വാല്യൂ തന്നിട്ട് ലാർജ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ മറന്നു. എന്താണ്? സ്റ്റെപ്പ് എഴുതാൻ. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്റ്റെപ്പ് എഴുതാൻ പോകണം. ഫസ്റ്റ്, എ കാർ റൺ 16 കിലോമീറ്റർ യൂസിങ് 1 ലിറ്റർ ഓഫ് പെട്രോൾ. അപ്പൊ എന്നാണ്? കാർ runs in 1 liter of petrol. 1 liter of petrol എത്ര പോകുന്നത്? 16 കിലോമീറ്റർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നായിരിക്കും? കാർ runs in 2 and 3/4 liter is equal to എന്ത് ചെയ്യണം? 2 and 3/4 into 60. മുമ്പത്തെ പോലെ മിക്സഡ് വന്നു. സോറി, മിക്സഡ് വന്നു. നമ്മൾ അതിനെ ഇംപ്രോപ്പർ ആക്കി. എങ്ങനെ മക്കളെ പറഞ്ഞേ? 2 into 4 plus 3/4 ആണോ? ഡിനോമിനേറ്ററും ഹോൾ നമ്പറുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു. മുമ്പേ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ഇൻറ്റു 60. ഇത് എത്ര വരും? 4 into 2 8. 8 plus 3 11/4. 8 11. ഓക്കെ, ഇൻറ്റു 60. 16 ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ തെറ്റാതിരിക്കാൻ നമ്മൾ എന്ത് കൊടുത്തു? 1 ഇട്ട് കൊടുത്തൊക്കെ ചെയ്തു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഉണ്ടല്ലോ. 4ഉം 16ഉം 6ന്റെ 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 4 വെച്ച് ഞാനങ്ങ് ചെയ്യാൻ പോവാണ്. 1 into 4 4, 4 into 4 16. തീർന്നില്ല പരിപാടി. ന്യൂമറേറ്റർ 11 into 4 44. 1 into 1 1. 1 ഡിനോമിനേറ്റർ വന്നാൽ നമ്മൾ അത് കണക്കാക്കുമോ? ഇല്ല, അതിനെ നമുക്ക് കളയാം. എത്രയെന്ന് എഴുതാം? 44 കിലോമീറ്റർ. കണ്ടോ? 1 ലിറ്ററിൽ 16 കിലോമീറ്റർ പോകുമെങ്കിൽ, സോറി, 1 ലിറ്റർ പെട്രോളിൽ 16 കിലോമീറ്റർ പോകുമെങ്കിൽ 2 and 3/4 ലിറ്ററിൽ എത്ര കിലോമീറ്റർ പോകും? 44 കിലോമീറ്റർ. ഇതൊക്കെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ തേർഡ് സ്റ്റാൻഡേർഡിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സ്റ്റെപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടല്ലേ? അത് തന്നെ സാധനം. പിന്നെ ചെറുതായിട്ട് ആര് വന്നു? ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, അതൊക്കെ വന്നത് മാത്രമേ ഉള്ളൂ മക്കളെ. ബാക്കി എല്ലാം സിമ്പിളായിട്ടുള്ളതാണ്. ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വിചാരിച്ചത് ഞാൻ ഇതിനെ വെറുതെ കിടന്ന് പറയുന്നത്. മനസ്സിലായില്ലേ മക്കളെ? ക്വസ്റ്റ്യൻ കാണുക, തന്നെ ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കുക, തന്നെ ചെയ്യുക. എന്നിട്ട് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് മാത്രം വീഡിയോ ഒന്ന് റൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക മക്കളെ. എന്നിട്ട് ശരിയായി എന്ന് എനിക്ക് ഫീഡ്ബാക്ക് തരണം. മനസ്സിലായോ? മെസ്സേജ് തരണം. ഞാൻ കാത്തിരിക്കുക. ഓക്കെ മക്കളെ, എല്ലാവരും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.